ഒരു ഗീതകം. താമസമായി കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുറേ നാളുകൾ കഴിഞ്ഞ് പെങ്ങൾ വന്ന് വീട് പണിക്കെന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി. പോയി 2.5 വർഷം അവിടെ നിന്ന്. അന്ന് മോന് 3-3.5 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ പേരിലുള്ള പറ്റീട്ടി കൊണ്ടുവച്ച് ഞങ്ങൾ പിന്നെ ലോൺ എടുത്ത് പശുവിനെ വാങ്ങിക്കുകയും ഭർത്താവ് ജോലിക്ക് പോകും, ഞാൻ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കും. നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പോയ മനുഷ്യൻ പിന്നെ കൊച്ചിനെ കൊണ്ടുപോയോ? കൊച്ചിനെ അന്ന് കൊണ്ടുപോയി. മോനെ പെങ്ങളായിരുന്നു വീട്ടിൽ വന്നത്. പെങ്ങൾ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ ആങ്ങളെ അങ്ങ് ചെല്ലണം, നല്ല രീതിയിൽ അങ്ങ് ചെല്ലണം എന്നുള്ള രീതിയിൽ പെങ്ങൾ വന്നിട്ട് അല്ലാതെയുള്ള രീതിയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ചെയ്തു. മനസ്സ് വന്ന് ചെല്ലാൻ കൊണ്ടുവന്ന് ചെയ്തതിന് ശേഷം കുഞ്ഞിനെയും കൂടെ പെങ്ങൾ തന്നെ കൊണ്ടുപോയി. പെങ്ങളുടെ കൂടെ എൻ്റെ ഭർത്താവ് ഒരുക്കി വിടുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ല, എന്നെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഉടനെ ഭർത്താവ് കുഞ്ഞിനെ ഒരുക്കി പെങ്ങളുടെ കൂടെ 12-ന്റെ ബസ്സിന് പറഞ്ഞു വിടുന്നു. ഉണ്ടായിരുന്നു സാറേ. അപ്പൊ അന്ന് ഞാനും എന്റെ നാത്തുമാരും രണ്ടും കൂടെ 3.5 വയസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3.5 വയസ്സായ കുട്ടി അവരുടെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭർത്താവിന്റെ സഹോദരി വന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേറെ നല്ല ചിന്തിച്ചത്. നിരന്തരമായിട്ട് കൊണ്ടുപോകുന്ന വഴക്കമൊന്നുമല്ല, അവർക്കുള്ള സഹോദരന്റെ കുഞ്ഞാകുമ്പോ അവർക്ക് അധികാരമുണ്ടോ? ഞാൻ അതിലൊന്നും തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോയി. കൊണ്ടുപോയി അന്നൊരു 4:30 മണിയായപ്പോ എന്റെ ഭർത്താവും പോയി. ഞാൻ ഒറ്റപ്പെട്ടു മേഡം അവിടെ. ഞാൻ ആ സമയം ഒറ്റപ്പെട്ടു, എന്റെ കുഞ്ഞും പോയി, എന്റെ ഭർത്താവും അങ്ങായി. അതിനുശേഷം ഞാൻ അതിന്റെ പിറ്റേന്നോ അല്ലെങ്കിൽ 2 ദിവസം പോയി അത് പോയി. ഭർത്താവ് അങ്ങ് പോയതിന് ശേഷം ഞാൻ പിറ്റേന്നാണ് അറിയുന്നത്. പിന്നെ അന്നേരം വീടിനടുത്ത് ഷാപ്പുള്ള സമയമായിരുന്നു. പെങ്ങൾ വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്തിട്ട് 100 രൂപ എൻ്റെ ഭർത്താവിന് വണ്ടിക്കൂലിക്ക് കൊടുത്തു. ഭർത്താവ് അതും കൊണ്ട് അങ്ങ് റോഡിലിറങ്ങി ഷാപ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ അയൽവാസി ശ്രീകുട്ടൻ എന്ന് പറയുന്നൊരു പയ്യനുമായിട്ട് ഇവർ വലിയ കൂട്ടാണ്. അവിടെ വന്ന എല്ലാവരും അളിയാളിയെന്ന് വിളിക്കും. ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി പൈസ കൊടുത്ത് മരുന്നും മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ്, അളിയ എൻ്റെ പെങ്ങൾ കൊണ്ടുവന്ന് പൊടിയിട്ട് എനിക്ക് നിൽക്കാൻ മനസ്സില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവാമെന്നും പറഞ്ഞ് പോയ പോക്കേ പോയി. അപ്പം ഞാൻ വീട് പണിക്ക് പോയെന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് അവർ കുഞ്ഞിനെയും കൊണ്ടുപോയി ആങ്ങളെയും കൊണ്ടുപോയി, എന്നെ വിളിച്ചില്ലല്ലോ അവർക്കുള്ള വീട് പണിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേന് ശ്രീകുട്ടയും അതുവഴി വന്ന് ചേച്ചി അളിയൻ എന്തിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ശ്രീകുട്ട അളിയൻ പെങ്ങൾക്ക് വീട് പണിക്ക് പോയി എന്ന് പറഞ്ഞപ്പം പറഞ്ഞ ചേച്ചി വീട് പണിക്ക് പോയെന്നും പറഞ്ഞിരുന്ന അളിയൻ പെങ്ങൾ വന്ന് ഇന്ന രീതി കൊണ്ടുപോയതാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഭർത്താവും പോയി, എൻ്റെ കുഞ്ഞും പോയി, എനിക്ക് ആരുമില്ലാതെയായി. എന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോയത്? ഒന്നും പറഞ്ഞില്ല മേഡം. ഒരു പെങ്ങൾ വന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്നും എത്തിക്കുമെന്ന് ചോദിക്കാൻ അംഗൻവാടി പോന്നു. അപ്പൊ അവിടെ നാത്തൂനും 2-3 പിള്ളേരുണ്ട്. അപ്പൊ അവരുമായിട്ട് നല്ല സ്നേഹവും കളിക്കും. കൊച്ചിനെ കൊണ്ട് അന്ന് തന്നെ ചെല്ലുമല്ലോ, അത് അവർക്കറിയാമല്ലോ. അപ്പം കുഞ്ഞു കരയത്തില്ലെന്നുള്ള ഓർമ്മ അവർക്കുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല വിവരങ്ങള്. അപ്പം ഈ ഭർത്താവ് അന്നങ്ങ് പോയതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്നെ വീട് പണിക്ക് വിളിച്ചില്ലെന്ന് പറഞ്ഞ് നിന്റെ സ്വഭാവം ശരിയല്ലെന്ന്. എൻ്റെ സ്വഭാവം ശരിയല്ലാഞ്ഞതുകൊണ്ട് എന്നെ വീട് പണിക്ക് വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു. മനോഹരനാണോ പറഞ്ഞത്? ഭർത്താവും പറഞ്ഞ് പെങ്ങളും പറഞ്ഞു. സുനിത അങ്ങോട്ട് ചെന്നപ്പോഴേ ഞാൻ അവിടെ ചെല്ലാഞ്ഞ് വീട് പണിക്ക് എന്നെ വിളിക്കാൻ 4 ദിവസം ആയപ്പോൾ ഞാനും എൻ്റെ 2 സഹോദരന്മാരുടെയും ഭാര്യമാരും കൂടെ കൂടി കുഞ്ഞിനെ കൊണ്ടുവരാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒരു ദിവസം ചെല്ലുന്നു. ഭർത്താവ് ജോലിക്ക് പോകാൻ കയറി വരുന്നു. 7:30 മണിയായി അന്നേരം. ഭർത്താവിന് കുറുക്ക് വഴി അറിയാം. ജോലിക്ക് പോകാൻ വന്ന ഭർത്താവ് കുറുക്ക് വഴി ഇറങ്ങി അവരെ വീട്ടിൽ ചെന്നു, എല്ലാവരെയും അറിയിച്ച്. അപ്പോൾ മോനെ ഇറങ്ങി വന്നപ്പോൾ വാ മോനെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക, വാ മോനെ പോകാമെന്ന് പറഞ്ഞു. അപ്പം മോൻ വരുന്നില്ല എന്നും പറഞ്ഞ് മുറിക്കകത്ത് കയറി വിളിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തുണികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ മോനെ അകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അടുത്തൊരു ക്രിസ്ത്യാനിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എണ്ണയൊക്കെ മേടിച്ച് തേച്ച് മോനെ ഒരുക്കി ഡ്രസ്സും മാറി ഞങ്ങൾ പോന്നു. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര വഴക്കുണ്ടായി. കുഞ്ഞിനെ കൊണ്ടുപോന്നു. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര സംസാരം ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ അവൻ എപ്പോൾ കാണണമെന്ന് വെച്ചാലും ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടുകാർ അല്ലല്ല, ഞാൻ ചെന്ന് കുഞ്ഞിനെ കൊണ്ടുവരുന്നതിനും നമ്മുടെ ജീവിതകാര്യത്തെ പറ്റി സംസാരിച്ചുള്ള അടുത്ത തീരുമാനങ്ങളെ കുറിച്ചുള്ള തീരുമാനമല്ല, അത് ചർച്ച ഒരു വലിയ വഴക്കിലായിട്ട് പോകുമായിരുന്നു. അപ്പം കുഞ്ഞിനെ കൊണ്ടുവരുന്ന എപ്പോഴും വേണമെങ്കിലും ഞാൻ അവർക്കുള്ള മോനെ കാണണമെന്ന് വെച്ചാൽ കുഞ്ഞിനെ അവിടെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഞങ്ങളല്ലാതെ ഒത്തുകൂടിയതല്ല, 2 ഭാഗക്കാരും കൂടെ ഞങ്ങളെ ഒന്നാക്കിയതാ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് സ്നേഹമായിട്ട് അതിനെ വളർത്താനാണ് ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകിടന്ന് കാണിക്കാനല്ല എന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ വെച്ച് സംസാരം ഉണ്ടായി. ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇനി പോന്നു. പിന്നെ ഭർത്താവ് 2.5 വർഷം കഴിഞ്ഞാണ് വരുന്നത്. ആ വന്നതിന് ശേഷം പറയുന്നത് ഇനി മരിച്ചു പിരിയുന്നതല്ലാതെ നിന്നെ മോനെ ഞാൻ കളയത്തില്ലെന്ന് പറഞ്ഞാണ്. അപ്പൊ സുനിതയുടെ പ്രശ്നം അമ്മായിമ്മയാണോ അതോ ഭർത്താവാണോ? ഇപ്പം അവരുടെ വാക്ക് കേട്ടിട്ട് തന്നെ ഉപദ്രവം, എന്നെ സഹോദരങ്ങളെ ചേർത്ത് ഞങ്ങൾ ഭാര്യ ഭർത്താവായി ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അല്ല, അപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായിമ്മയാണ്. അവർ അവിടുന്ന് അമ്മയും പെങ്ങളും ഫോൺ വിളിക്കും, സംസാരിക്കും. ഒരു പെങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു ഭാര്യയുടെ അടുത്തിരുന്നും കൊണ്ട് എഴുതിച്ചു പോകേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനോട് പെങ്ങൾ പറയുന്നത് ഭർത്താവ് പശുവിനെ കെട്ടാൻ വന്നപ്പോൾ ഞാനും എൻ്റെ സഹോദരങ്ങളും ഭാര്യ ഭർത്താവായി കഴിയുന്നത് കണ്ടെന്ന് പറയണമെന്ന്. അപ്പോൾ സഹോദരൻ അങ്ങോട്ട് പറയുന്നത് അതാണ് ഇനിയത്തെ എൻ്റെ നമ്പരെന്ന്. അപ്പൊ പെങ്ങൾ പറയുന്നത് എങ്ങനെ കേട്ടു സുനിത? ഫോണിൽ കൂടെ പറയുന്നത് പറയുന്നത് ഞാൻ കേട്ടോണ്ട് അടുത്ത് ചെന്ന് നിൽക്കുന്നു പറയില്ല. രാത്രിയിലായിരുന്നു. അപ്പൊ അവിടെ പറയുന്നത് നമുക്ക് കേൾക്കായിരുന്നു. അപ്പൊ ആ കേട്ടോണ്ട് നിന്നപ്പോഴത്തേനെ ഭർത്താവ് അങ്ങോട്ട് പറയുന്നത് ഇനിയത്തെ നമ്പർ എൻ്റെ അതാന്ന്. ഓ, അതൊക്കെ എന്ന് പറയുമോ നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ ഊഹമായിരിക്കും സുനിത. കാരണം കൂടപ്പറപ്പുകളെ കുറിച്ചൊക്കെ അത്രയും വൃത്തികെട്ട രീതിയിൽ അങ്ങനെ പറയാൻ വഴിയില്ല. കുറച്ചൊക്കെ നമ്മുടെ ഒരു മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ചിന്തയാണ്. അടുത്തത് ഇങ്ങനെ പറയുമായിരിക്കാം. കാരണം അവരുടെ അനിയനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ആൾക്കാരാണ് അല്ലേ. അയാളുടെ അനിയന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് സംശയം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ എന്തിനാ ആ കുഞ്ഞിനെയും ചുമന്നോട്ട് അങ്ങോട്ട് പോയെ? ഒരു പറഞ്ഞ ലോജിക്ക് വേണ്ടേ? അവർ തന്നെ ഇതിനെക്കുറിച്ച് മോശമായിട്ട് പറയുകയും ഇതേ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ 2 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ രണ്ടാമത്തെ കുഞ്ഞുണ്ടായിരുന്നോ? അപ്പോ ഇല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കോംപ്രമൈസ് ആയി ഒന്നിച്ച് ജീവിച്ചു? എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ച് ഇവിടെ ജീവിച്ചോണ്ടിരുന്ന എൻ്റെ വീട്ടിൽ തന്നെ ജീവിച്ചോണ്ടിരുന്ന ഞങ്ങൾ പിന്നെ വേറെ മോളെ 3 മാസം ഗർഭിണിയായപ്പോൾ ഞങ്ങൾ വേറെ മാറി. ഇവിടെ വേറെ മാറി. വീണ്ടും അവിടെ പോയി താമസിച്ചോ അതോ നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹം വന്ന് താമസിച്ചോ? ഭർത്താവ് ഇങ്ങ് വന്നു. ഇപ്പൊ ഇങ്ങ് വന്നു എവിടെയാ താമസിക്കുന്നത്? എന്റെ വീട്ടിൽ കൂടെ വന്നു. എവിടെയാ സ്ഥലം? മണ്ണൂര്. ഇപ്പൊ മണ്ണൂരാണോ താമസം? ഇപ്പോഴും മണ്ണൂരാ. ഞങ്ങളിപ്പം 9-9.5 വർഷം കൊണ്ട് മണ്ണൂര്. അപ്പൊ അവിടെ അദ്ദേഹം വന്ന് താമസിച്ച് പിന്നെ കോംപ്രമൈസ് ആയി, പ്രശ്നങ്ങളൊക്കെ മാറി, വന്ന് താമസിച്ച് നല്ല രീതിയിലായി. രണ്ടാമത്തെ കുഞ്ഞും. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാൻ മുമ്പ് സുനിതയുടെ സഹോദരന്റെ ഒരു ക്ലിപ്പിംഗ് ഒന്ന് കാണാൻ. എനിക്ക് പറയാനുള്ളത് എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതുമല്ല എന്നെ അപമര്യാദയായിട്ട് പിന്നെ പറഞ്ഞു. ഞാനും പെങ്ങളും എന്നുള്ള നിലയിലെല്ലാം അവൻ പറഞ്ഞ് പരത്തിയത്. അതാണ് എൻ്റെ വളരെ വിഷമമുള്ള കാര്യങ്ങൾ അതൊക്കെ. അത് പറഞ്ഞതിന് വേണ്ടി ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഇല്ലില്ല, മദ്യപിച്ച് ഇവിടെ വന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ താഴ്ന്ന് എൻ്റെ വീട് താഴാം. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരും. കാരണം എൻ്റെ തള്ളയെ മറ്റു രീതിയിൽ സംസാരം ചീത്തകൾ പറയും. അതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ എന്നെയും മറ്റു രീതിയിൽ പറഞ്ഞ് ഞാനതിന് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ സുനിതയുടെ മനസ്സിലായി, സുനിതയുടെ ആങ്ങളയ്ക്ക് വിഷമമില്ലേ? എല്ലാ ആങ്ങളമാർക്കും വിഷമമില്ലേ? കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ പോയിട്ട് ജീവിച്ചോട്ടെ. 23-ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കും എന്നുള്ളതായിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചോ? എൻ്റെ ഭർത്താവ് അന്നാണ് ആദ്യമായിട്ട് എൻ്റെ സഹോദരനെ പറ്റി സംശയം അനാവശ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അന്ന് ആ സഹോദരനും എൻ്റെ അച്ഛനുമായിട്ടും ഭർത്താവുമായിട്ടും പിടിവലി കടന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അപ്പം എൻ്റെ സഹോദരന്റെ കുടുംബജീവിതവും നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് എനിക്കിതൊന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് രാത്രി 8:30-9 മണിയായിരുന്നു. ഞാൻ അടുത്തൊരു റബ്ബർ തോട്ടത്തിൽ പോയി ഒരു തോർത്ത് മാത്രം കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് കുറേ അങ്ങ് ദൂരോട്ട് നടന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് കയറാൻ പറ്റുന്നൊരു മരം ഇല്ലായിരുന്നു. ഞാൻ തിരിച്ച് കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഒക്കുന്ന ഒരു മരം കണ്ട് ഞാനതിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച്. സത്യത്തിൽ എൻ്റെ അച്ഛൻ ആ സമയം ഒരു 2 മിനിറ്റ് ഒന്നിച്ച് ഓടി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയാനെ. സുനിത അങ്ങനെ പോകുമ്പോൾ സുനിതയുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചില്ലേ? ആ സമയം എനിക്കത് തോന്നിയില്ല മാഡം. ഞാൻ ചെയ്യാത്ത തെറ്റായി പറയുന്നത് എനിക്ക് സഹിക്കത്തില്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എൻ്റെ സഹോദരന്മാർ. അച്ഛൻ മരിച്ചിട്ട് കുഞ്ഞിലെ മരിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ കഷ്ടപ്പെട്ടാണ് എന്നെ കെട്ടിച്ചു വിടുന്നത്. ഇന്ന് എൻ്റെ സഹോദരന്മാരൂടെ ഞാൻ ഭാര്യയായിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിന് ജീവിക്കണം? ഞാൻ ജീവിച്ചിട്ട് പിന്നെ ഒരു കഥയില്ല. ഉടനെ അച്ഛൻ എൻ്റെ അലറക്കം കേട്ടോണ്ട് അതുവഴി വരുമ്പോൾ അലറക്കം കേൾക്കും. അച്ഛൻ ലൈറ്റ് അടിച്ചു. എൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ കുഞ്ഞിലെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ അനിയൻ പെണ്ണ് കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് 33-ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അമ്മയും അച്ഛനും കൂടെ 9 വർഷം 9 മാസം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അച്ഛന് ക്യാൻസർ വന്നാ മരിക്കുന്നത്. അപ്പോൾ ഈ ഇളയച്ഛൻ പെണ്ണ് കെട്ടാതിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആൾക്കാർ കൂടി പിന്നെ മെമ്പർമാർ നാട്ടുകാരെല്ലാം കൂടി അമ്മ ചെറുപ്പമായിരുന്നു. അമ്മയും ഇളയച്ഛനും കൂടി അങ്ങനെ ഞങ്ങള് കുഞ്ഞുങ്ങളായിരുന്നു. ഈ അച്ഛൻ്റെ കൂടെ ആക്കി. ഈ അച്ഛൻ്റെ കൂടെ ആക്കിയപ്പം പിന്നെ ഈ അച്ഛനാണ് വന്ന് അത് രംഗം കാണുന്നത്. അച്ഛൻ ഓടി വന്ന് കാലെ പിടിച്ച് പൊക്കുന്നു. അച്ഛൻ കിടന്ന് വിളിച്ചു പോകുന്നു. ഉടനെ എൻ്റെ മൂത്ത സഹോദരൻ ഓടി വരുമ്പോൾ ഞാൻ പിടയ്ക്കുന്നതാണ്. ഒരു സഹോദരങ്ങൾക്ക് കണ്ടാലത് സഹിക്കത്തില്ല മാഡം. ഒരു സഹോദരങ്ങൾക്ക് സഹിക്കത്തില്ലത്. അപ്പം സഹോദരൻ കയറി കെട്ടടിച്ച് എന്നെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക്
ഇറക്കി അവിടെ കിടത്തിയിട്ട് അച്ഛൻ പറഞ്ഞ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സഹോദരൻ പറഞ്ഞ് അമ്മയൊക്കെ പറഞ്ഞതാന്നേ ഞാൻ അന്നേരം ബോധമില്ലാതെ കിടക്കുക. സഹോദരൻ ഓടി വീട്ടിൽ വന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വരുന്നതും എൻ്റെ ഭർത്താവ് മുറ്റത്തുള്ള ഒരു പോസ്റ്റിൽ ചാരി നിൽക്കുക. ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഭർത്താവ് ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ചൊരു സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് നോക്കത്തില്ലേ മാഡം? ഞാൻ അത്രയും വെപ്രാളപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഞാൻ മരിക്കുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിനല്ലേ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിനകത്ത് കാണും, അയ്യോ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാലും അച്ഛനും ആങ്ങളമാരും ഉണ്ട്, അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്നൊക്കെ അവർക്ക് അറിയാം. അവരുടെ അകത്ത് കിടക്കുന്ന ഒരു വാശിയാ. അത് പോട്ടെ, എന്നിട്ട് എന്തായി? അങ്ങനെ ഓടി വന്ന് അളിയനും വീട്ടിൽ ഭയങ്കര പിടിവലിയായി. ഇത് പിടിവലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എനിക്കപ്പോൾ ബോധമില്ല. അടുത്ത ഒരു സഹകരണ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടയ്ക്ക് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. പിറ്റേന്ന് വൈകിട്ടാണ് ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവരുന്നത്. അതിൽ പിന്നീടുള്ളതാണ് മോള്. അതിനുശേഷമാണ് മോളുണ്ടായത്. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ തന്നെയായിരുന്നു? പിന്നെയും ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട ഇതേ രീതിയിലുള്ള ജീവിതം. എനിക്ക് ഈ ആക്ഷേപം കേൾക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബഹളമാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് അന്ന് ജോണി മെമ്പർ എന്നും പറഞ്ഞൊരു മെമ്പറാണ് നമ്മുടെ ഒരുപാട് മധ്യസ്ഥയ്ക്ക് ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ കേസ് കൊടുക്കാനും കൊണ്ട് അമ്മയും ഞാനും കൂടെ പോയ സമയത്ത് ഈ മോളുണ്ടാകുന്നതിന് മുൻപ് അപ്പം കേസ് കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഈ മെമ്പറിൻ്റെ മോൻ വിനോച്ചാൽ എന്ന് പറയുന്ന അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനിത ഒരിക്കലും ചെയ്യരുത്, അവിവേകത്തിന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സുനിതയ്ക്കൊന്നും സംഭവിച്ചില്ല. സുനിത പോയി അത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് സുനിതയ്ക്കും വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇനിയും ഒരുമിച്ച് നല്ല രീതിയിൽ പോകുന്നതിന് സുനിതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സഹോദരൻ അവിടെ ഉണ്ട്, ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആ പയ്യനുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞ് അവനെ വിളിച്ചിട്ട് ഒന്നും കൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുണ്ട്, അവൾക്ക് സുഖമില്ലാത്തതാണ്, ജോലി ചെയ്ത് കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ല, സ്റ്റേഷനിൽ കയറുന്ന ശരിയല്ലെന്ന് വെച്ചിട്ട് ഉടനെ എൻ്റെ ഭർത്താവിനെ വിളിപ്പിച്ച് ഭർത്താവും വന്ന് സംസാരിച്ച് അപ്പോഴവിടെ വെച്ച് എല്ലാവരും രമ്യതയിലായി തിരിച്ച് ഞങ്ങളങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് വാശി. വെള്ളം അടിക്കുമ്പോൾ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഭർത്താവിന് അറിയത്തില്ല. അതിന് അവരുടെ ഒരു പ്രേരണയും കൂടെ ആവുമ്പോ അത് കേട്ടിട്ട് ഇങ്ങോട്ട് വരുക, വെള്ളം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുക, കുടിച്ചിട്ട് വരിക. പിന്നെ അവിടെ എന്തോ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മദ്യമാണല്ലോ ഇപ്പോഴത്തെ. അതിന്റെ പുറത്താണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥായിയായിട്ട് അദ്ദേഹത്തിന് ചാഞ്ചാട്ടമുള്ളൊരു സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവിടെ സന്തോഷമായിട്ട് വീണ്ടും ജീവിതം തുടങ്ങി. ജോലിക്ക് പോകുമായിരുന്നു മനോഹരൻ. അങ്ങനെ മോളായി. അതിന് മുൻപൊരു ദിവസം ഒരു ഓണത്തിന് എനിക്ക് ശ്വാസം മുട്ടാണ്, എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യാതെ വന്ന് അമ്മ ഇത്തിരി അരി വറുത്ത് പൊടിച്ചതും മാപ്പൊടിയും കുറേ പഴവും കൊണ്ടുവന്ന് എല്ലാ ആമക്കളുടെ ഭാര്യയ്ക്കും കൊടുത്തു. എൻ്റെ റൂമിൽ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും തന്നു. അപ്പോൾ അന്ന് ഞാനത് കഴിക്കാൻ എൻ്റെ ഭർത്താവ് ഇടിച്ചതാണിത്. അപ്പോൾ അന്നേരം അവരുടെ അമ്മ കൊണ്ടുവന്ന് തന്നു, എൻ്റെ അമ്മ കൊണ്ടു തന്നു. ഞാനിവിടെ വന്നതിന് ശേഷം കൊണ്ട് തന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം ഇല്ലാതെ വരുമ്പോൾ ശ്വാസം മുട്ട് കൂടുമെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാതിരുന്നു. അപ്പോൾ മോൻ അടുത്തിരുന്ന് കളിക്കുന്നു, ഭർത്താവ് കുഞ്ഞിന്റെ തുണികൾ നോക്കി. മണ്ണൂര് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങളും ഭർത്താവും കുട്ടികളും മാത്രം? അമ്മയൊക്കെ വേറെ ഒരുമിച്ചായിരുന്നു. അല്ല, ഇപ്പം വേറെ. അന്ന് ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഇടിച്ചതാണ് ഇതിങ്ങനെ. 3 അമ്മ കൊണ്ടുവന്ന സാധനം നിങ്ങൾ കഴിച്ചില്ല എന്ന് പറഞ്ഞ് കഴിക്കാഞ്ഞതെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടുണ്ട്, എന്തുകൊണ്ട് ഭർത്താവിന്റെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട്. അഞ്ചല് മിഷൻ ആശുപത്രിയിൽ 3 ദിവസം IC കിടന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ കാര്യം ഇത് കഴിച്ചില്ല എന്നുള്ളതാണോ കാര്യം? ഒറ്റ ഇടി. എന്നിട്ട് ഞാൻ ബോധമില്ലായിരുന്നു. എൻ്റെ സഹോദരന്മാരെല്ലാം കൂടി ആ ജീപ്പ് വിളിച്ച് നാത്തുമാരെല്ലാം കൂടി എന്നെ ആശുപത്രി കൊണ്ടുപോയി. അതിന് മുമ്പ് നിങ്ങൾ സ്വരച്ചേർച്ചയില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്വാസം മുട്ട് ഉണ്ട് എനിക്ക്. അന്നേരം അത് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്ന് എന്തോ എൻ്റെ ഭർത്താവിനെ അറിയത്തോളൂ എന്തോ കാര്യമൊന്നും. അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മാഡം നമുക്കത് മനസ്സിലാക്കിക്കൂടെ? അതനുസരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ രീതിക്ക് ഞാൻ നിൽക്കാം. ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല? ഇല്ല, ആ സമയം മദ്യപിക്കാത്ത സമയത്തും നിങ്ങൾ ഇയാളൊരു സ്ഥായിയായിട്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. സഹോദരനായിട്ട് ചേർത്ത് പറയുന്നത് അത്ര ശരിയാണോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മദ്യപിക്കാത്ത സമയത്ത് അതൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലോ. ഉപദ്രവിച്ച് ഞാൻ മോനെ കൊണ്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് സ്നേഹമായപ്പോൾ ഞാൻ ചോദിച്ചു, ആവശ്യമില്ലാത്ത കാര്യത്തിനല്ലേ എന്നെ അന്ന് ഉപദ്രവിച്ചത്? അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയും പെങ്ങളെ എനിക്ക് അടിക്കാൻ പറ്റത്തില്ല,
അതിനാണ് നിന്നെ അടിക്കുന്നത്. ഈ നവംബറിൽ പോയതിനു ശേഷം പിന്നെ ഭർത്താവുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടായിട്ടില്ല? അങ്ങനെ ആ നവംബർ 8-ാം തീയതി പെങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് ഇച്ചിരി പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രിയിലാണ് എൻ്റെ ഭർത്താവ് കയറി വരുമ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭർത്താവ് പെരയ്ക്കകത്ത് കയറി മോളോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം ഒരു തൊട്ടി വെള്ളം കൂടെ എടുത്തു വെച്ചിട്ട് അങ്ങ് പെരയ്ക്കകത്ത് കയറിയോ പിന്നെ ഇറങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി വെള്ളം എടുക്കാൻ പോയപ്പം എൻ്റെ ഭർത്താവ് ഉച്ചത്തിൽ ചിരിക്കുന്നു. അപ്പം ഞാൻ ഓടി കയറി വന്ന് രാവിലെ പഴങ്കഞ്ഞിയും കുടിച്ച് സന്തോഷമായിട്ട് പോയ ഭർത്താവാണ്. അപ്പം ഞാൻ പറഞ്ഞ് എന്തോ, അപ്പം ഞാൻ വിചാരിച്ചു എന്തോ കേൾക്കാൻ വയ്യാത്ത കാര്യം കൊച്ചിനോട് എന്തോ പറഞ്ഞപ്പോൾ അവൾ കേൾക്കാൻ വയ്യാത്ത കാര്യം എന്തെങ്കിലും മറുപടി പറഞ്ഞതായിരിക്കും ഇത്ര ഇതായിട്ട് ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പം പറഞ്ഞ് നീ പോ എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് അപ്പുറം ആളുണ്ട്, നിങ്ങൾ എന്തുവാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ പോ മോളെന്ന് പിന്നെ എന്നെ വിളിച്ച്. അപ്പം ഈ വിളി കേൾക്കുമ്പോൾ കുറച്ചാ പറയുന്നത്. കട്ടിലേക്ക് കയറി കിടക്കുമായിരുന്നു, ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് ഒരൊറ്റ ഒരു ഇടിയും കൂടെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കെന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. പിന്നെ എൻ്റെ കയ്യിൽ രണ്ടുകൂടെ എന്നെ പിടിച്ചങ്ങ് മറിച്ചിട്ടിട്ട് അപ്പം ഞങ്ങൾ പിടി കൂടിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയി അണ്ടർവെയർ മാത്രമേ ജെട്ടി മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാനങ്ങ് മറിഞ്ഞു വീണപ്പോൾ എൻ്റെ മുതുകത്ത് കയറിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പെടലിൽ ഇങ്ങനെ ആയിപ്പോയി. മുതുകത്ത് കയറി ഇരുന്നിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ അടിയായിരുന്നു. അപ്പോൾ മേളി വീട്ടിൽ അമ്മയില്ല. ഈ 5 വയസ്സുള്ള മോൾ അടുത്ത് നോക്കിയിരുന്ന് കരയുക. അമ്മ ഒരു കല്യാണത്തിന് പോയിട്ട് മേളി വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മോക്കുള്ള ഭയങ്കര കരച്ചിൽ കേൾക്കുന്നത്. അമ്മ ഓടി വരുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ മുതുകത്തിരിക്കുന്നു ഇരുന്ന് എന്നെ ഉപദ്രവിക്കുന്നത് കാണുന്നത്. അപ്പോൾ അമ്മ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ കൈരിയില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് കയറി വരാനും വയ്യ. അമ്മ തിരിച്ചിറങ്ങിപ്പാൻ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അമ്മേനെ കൂടെ കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിന് ഭയങ്കര വൈരാഗ്യത്തോടെ എന്നെ ഉപദ്രവിച്ച്. അപ്പോൾ അമ്മ ഓടി വന്ന് നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങുന്നോടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഭർത്താവിൻ്റെ കയ്യിൽ അടിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എഴുതിച്ച് മാറി. അവിടെ എനിക്ക് അവിടെ നിന്ന് എഴുതിക്കാൻ പറ്റും. ഈ നട്ടലിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഒത്തോളം ചാടി എഴുതിക്കാനോ എനിക്ക് ഒന്നും പറ്റത്തില്ല. അന്ന് അച്ഛനും വന്ന് അച്ഛൻ കയ്യിൽ അടിച്ച്. കാര്യം ശരിയാണ്, അടിച്ചില്ലെന്ന് ഞാൻ പറയത്തില്ല, അടിച്ച്. അന്ന് അച്ഛൻ അടിച്ച് അന്ന് സഹോദരന്മാരാരും ഇടപെട്ടില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ പിറ്റേന്ന് രാവിലെ അന്ന് പിന്നെ പിന്നെ ഭയങ്കര വഴക്കായി. അന്ന് പറഞ്ഞ് ഞാൻ പൊങ്കാലയിട്ട് കുഴിച്ചു മൂടും. ഞാനും എൻ്റെ സഹോദരന്മാർ രണ്ടുമായിട്ട് ഭാര്യ ഭർത്താവായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരിക്കണം. അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിയുമ്പം ഞങ്ങൾ തെറ്റുകാരാന്നുള്ളത് അറിയാൻ. ഉടനെ പിറ്റേന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞ് അവർ ഞായറാഴ്ച അടിക്കുന്ന, തിങ്കളാഴ്ച വിളിച്ചു പറയുന്നു. ചൊവ്വാഴ്ച ഇടന്ന് രാവിലെ ഒരു 6:30 മണിയായപ്പോൾ അവിടുന്ന് കുളത്തൂപ്പുഴയിൽ എൻ്റെ വീട്ടിൽ പെങ്ങളും അമ്മയും കൂടെ വരികയും മുറ്റത്ത് പൊങ്കാല ഇടാൻ തുടങ്ങി. അപ്പം ഞാനും അമ്മയും അച്ഛനും എല്ലാവരും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരിക്കണം, അതിനു വേണ്ടിയിട്ട് തെളിവ് അങ്ങനെ അവർ പൊങ്കാല ഇടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇത്രത്തോളം നിങ്ങൾ ആക്ഷേപിച്ച് ഇനി ഇത് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പെങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നീ അത് ചെയ്തിട്ടാണ് നിന്റെ മുറ്റത്ത് അത് ഇടാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞു. ഞാന് സഹോദരൻ്റെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ മുറ്റത്ത് നീ പൊങ്കാല ഇടാൻ സമ്മതിക്കാഞ്ഞെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പൊങ്കാല ഇടരുതെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ തെറ്റുകാരാന്ന്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്തോ, ഞാനും എൻ്റെ സഹോദരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിക്കൂ, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ റോഡിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. അവർ റോഡിൽ കൊണ്ടുപോയി പൊങ്കാലയിട്ട് അതിനകത്ത് തന്നെ അടിച്ചുടച്ച് ഭർത്താവിനെ കൊണ്ട് അവർ കുഴിച്ച് മൂടിച്ച് അപ്പോഴ് തന്നെ അവർ വന്ന ആട്ടോയിൽ മോനെ കൊണ്ട് പോവുകയും. ഈ മനുഷ്യന് മറ്റ് സ്ത്രീകളുമായിട്ട് മോശമായ രീതിയിൽ ബന്ധമുള്ളതായിട്ടൊരു പറഞ്ഞിട്ടുണ്ട് പണി സൈറ്റിൽ. അതൊക്കെ ഊഹങ്ങളായിരിക്കും പലതും. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം അത് നിങ്ങൾ തങ്ങളിൽ അകൽച്ചയാണോ എന്നറിയുമ്പം ആരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇല്ല, അത് കറക്റ്റായ കാര്യമാണ്.